ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ വിത്ത് ജിനുമോൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കോഡാണ്. അതായത് ക്രിയാശീല ശ്രേണി, അതിൽപ്പെടുന്ന മൂലകങ്ങളെ മുഴുവൻ നമ്മളൊരു കോഡിലൂടെ പഠിക്കുന്നു. നമ്മൾ സാധാരണ ഒരു സിനിമ കാണുമ്പോൾ എല്ലാ സീനും നമ്മൾ ഒന്നുവിടാതെ ഓർമ്മിക്കും, റൈറ്റ്? ഒരു ചിത്രം പോലെ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്നും മറക്കില്ല. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ കഥ ചോദിച്ച് നമ്മൾ പറയുമല്ലേ. അതുപോലെ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ് ക്രിയാശീല ശ്രേണിയിലെ മൂലകങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊരു സീനായിട്ട് ഓർമ്മിക്കണം. ഇതിലെ കഥാപാത്രം ഈ കേൾക്കുന്ന ആരാണ്, അയാളാണ്, റൈറ്റ്? അപ്പോൾ ഒരു സീൻ അങ്ങ് ഓർമ്മിക്കുക. ആദ്യം നമുക്ക് അതിൻ്റെ മൂലകങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നമുക്ക് കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ക്രിയാശീല ശ്രേണിയിലെ മൂലകങ്ങൾ അതൊരു ഓർഡറിൽ ക്രിയാശീലത കൂടിയത് മുതൽ കുറഞ്ഞത് വരെ ആദ്യം ഞാൻ മൂലകങ്ങൾ പറയാം. അതിനുശേഷം നമുക്ക് കഥയിലോട്ട് കിടക്കാം. കഥയല്ല, ചെറിയൊരു സീനാണ്, റൈറ്റ്? അപ്പോൾ ക്രിയാശീല ശ്രേണിയിലെ ആദ്യ മൂലകം എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. രണ്ടാമത്തത് സോഡിയം, 3 കാൽസ്യം, 4 മഗ്നീഷ്യം, 5 അലുമിനിയം, 6 സിങ്ക്, 7 അയൺ, 8 നിക്കൽ, 9 ടിൻ, 10 ലെഡ്, 11 ഹൈഡ്രജൻ, 12 കോപ്പർ, 13 സിൽവർ, 14 ഗോൾഡ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ നമ്മുടെ കഥയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക. ഫസ്റ്റ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളിത് ക്രിയാശീല കൂടിയ ആളാണ്, ഇത് വികൃതിയുള്ള ആളെന്ന് വിചാരിക്കുക. ക്രിയാശീലം കൂടിയ, അതായത് നമ്മൾ ക്രിയ ചെയ്യുന്ന ആളാണ്, ആക്റ്റീവായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു പൊട്ടിയ സോഡ അവിടെ കിടക്കുകയാണ്. പൊട്ടിയ സോഡ അവിടെ കിടക്കുകയാണ്. അതിൽ നമ്മുടെ കാല് കൊണ്ടു. അപ്പോൾ പൊട്ടിയ സോഡയിൽ കാല് കൊള്ളുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. തറയിലൊരു പൊട്ടിയ സോഡ, നമ്മൾ സോഡ കുപ്പി ഓർമ്മിച്ചാൽ മതി. പൊട്ടിയ സോഡ അവിടെ കിടക്കുകയാണ്. അതിൽ കാല് കൊണ്ടു. ഈ കാല് കൊണ്ടതും ആ പൊട്ടിയ സോഡയിൽ നിന്ന് ഒരു മാഗ്നറ്റ് തെറിക്കുന്നതാണ്. ഒന്ന് ഇമേജ് ചെയ്യും. പൊട്ടിയ സോഡ, അതിൽ കാല് കൊണ്ടതും ഒരു മാഗ്നറ്റ്, നമുക്കറിയില്ല, റൗണ്ട് രീതിയിൽ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, സ്പീക്കറിലൊക്കെ ഇരിക്കും മാഗ്നറ്റ്. അപ്പോൾ അത് മാഗ്നറ്റ് അങ്ങോട്ട് തെറിച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ആ മാഗ്നറ്റെ കണ്ടു. ഉടനെ എന്ത് ചെയ്യും നമ്മൾ? ഇതിപ്പോൾ കാണാതെ കഴിക്കുന്ന സാധനമല്ല, ഇപ്പോൾ കിട്ടാനൊന്നുമില്ല മാഗ്നറ്റ്. നമ്മൾ ആ മാഗ്നറ്റിൻ്റെ അടുത്തു ഒരു അലമാര വെച്ചു. നമ്മുടെ അലമാര സൈഡിലുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇമേജ് ചെയ്യുക, റൈറ്റ് സൈഡ് ഒരു അലമാര ഇരിക്കുകയാണ്. ആ അലമാരയിൽ നമ്മൾ ഈ മാഗ്നറ്റ് കൊണ്ട് വയ്ക്കുന്നു. വച്ച് അടയ്ക്കാൻ പോകുന്നതും അലമാരയിൽ മാഗ്നറ്റ് വച്ചതും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണ്? ഈ കിച്ചണിലിരിക്കുന്ന സിങ്കില്ലേ, നമ്മളെ സിങ്ക്, അതായത് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ, സിങ്ക്, അതിൽ സൗണ്ട് കേൾക്കുകയാണ്. അതായത് ആരോ തട്ടണ സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ, നമ്മൾ ഈ മാഗ്നറ്റ് എടുത്ത് അലമാര വയ്ക്കുന്നതും കിച്ചണിലെന്നൊരു സിങ്കിൽ സൗണ്ട് കേൾക്കുകയാണ്. ആ സിങ്ക്, അവിടെ കിച്ചണിലുള്ള സിങ്കിൽ എന്തോ ഇട്ട് അടിക്കുന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ആദ്യം കാണുന്നതാണ് ഒരു അയണിൻ്റെ, അതായത് ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിക്കുകയാണ്. ഇരുമ്പ് ദണ്ട് കൊണ്ട് അയണിൻ്റെ ഒരു ദണ്ട് കൊണ്ട് അടിക്കുകയാണ്. നോക്കിയത് ആരാണ് അടിക്കുന്നത് നോക്കിയപ്പം നിക്കറിട്ട് കൊണ്ട് നമ്മൾ ടിൻറ്റ് മോൻ നിന്ന് അടിക്കുകയാണ്. അതായത് ഒരു നിക്കറൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ ടിൻറ്റ് മോൻ, കൊച്ചു പയ്യൻ, അവൻ നിന്ന് അടിക്കുന്നതാണ്. അപ്പോൾ സൗണ്ട് കേട്ടു, സിങ്കിൻ്റെ സൗണ്ടെന്ന് മനസ്സിലായി.
അത് എങ്ങനെയാ സൗണ്ട് ഉണ്ടാവണം നോക്കിയപ്പോൾ നിക്കറിട്ട നമ്മളെ ടിൻറ്റുമോൻ അടിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ടിൻറ്റുമോനെ നോക്കിയപ്പോൾ എന്താണ്, ടിൻറ്റുമോൻ്റെ ഒരു കയ്യിൽ ലഡു ഇരിക്കണം. ലഡു തിന്നുകൊണ്ടാണ് ടിൻറ്റുമോൻ ഇതിലിട്ട് അടിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഒരു കയ്യിൽ ലഡുവും തിന്നുകൊണ്ടാണ് ടിൻറ്റുമോൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സീനൊന്ന് കിട്ടുമോ? ഓക്കെ. അപ്പോൾ എന്തു പറ്റി? നമ്മളിവിടെ നിൽക്കുകയാണ്, നമുക്ക് ദേഷ്യം വന്നു. അപ്പോൾ നമ്മൾ പറയുമല്ലോ ദേഷ്യം വന്നു ഹൈ വോൾട്ടിൽ, അതായത് നല്ല ദേഷ്യത്തിൽ ഹൈ വോൾട്ടിൽ ഞാൻ എന്ത് പറഞ്ഞു, നിനക്ക് ഇത് മാത്രമേ കിട്ടിയോളാ, വല്ല ചെമ്പോ സിൽവറിൻ്റെയോ ഗോൾഡിൻ്റെയോ ദണ്ടുകൊണ്ട് അടിച്ചുകൂടെ? അങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അതായത് ചെമ്പിൻ്റെയോ വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ ദണ്ടുകൊണ്ട് നിനക്ക് അടിച്ചുകൂടെ? അങ്ങനെ ചോദിക്കുകയാണ്. റൈറ്റ്. അതായത് കോപ്പർ, സിൽവർ, ഗോൾഡ്. മനസ്സിലായല്ലോ? അതായത് വില കുറഞ്ഞതിന് വില കൂടിയിലോട്ട് ചെമ്പ്, അതിനേക്കാളും വില കൂടിയാണ് വെള്ളി, അതിനേക്കാളും വില കൂടിയാണ് സ്വർണം. അപ്പോൾ ആ ഓർഡറിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇത്രയാണ് സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി കിട്ടി കാണുമല്ലോ. ആ സീനൊന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, സ്പീഡിൽ പറയാം. റൈറ്റ്. അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞത്? നമ്മൾ ക്രിയാശീലം കൂടിയ ആളാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്. അതാണ് ആ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ കോഡ് ഫുള്ളും പഠിച്ചിട്ട് ഒരു ഗുണമില്ലതാവും. അപ്പോൾ ക്രിയാശീലം കൂടിയ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പൊട്ടിയ സോഡാ കുപ്പിയിൽ കാല് തട്ടുന്നു. അപ്പോൾ ഒരു മാഗ്നറ്റ് ഉരുണ്ട് പോകുന്നു. അത് നമ്മൾ കണ്ട് ആ മാഗ്നറ്റ് എടുത്തുകൊണ്ട് അലമാര വയ്ക്കുന്നു. അലമാര വച്ചത്, ആ അലമാര നമ്മൾ അടയ്ക്കാൻ പോണത് അടുക്കളയിൽ നമ്മുടെ വാഷ് ബേസ് സിങ്ക് ഉണ്ടല്ലോ, സിങ്ക്, അതിൽ ആരോ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. നമ്മളപ്പം ഓടിച്ചെന്ന് ആ കിച്ചൻ്റെ ഡോറിൻ്റെ അടുത്തൂടെ അങ്ങ് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? ഒരു ഇരുമ്പ് ദണ്ട് കാണുകയാണ്, അയണിൻ്റെ ദണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് കാണുന്നത് നിക്കറിട്ട നമ്മളെ ടിൻറ്റുമോൻ അവിടെ നിന്നുകൊണ്ട് ലഡുവും തിന്ന് അടിക്കണയാണ് കാണുന്നത്. എങ്ങനെ? ആ സിങ്കിൽ അയൺ ദണ്ട് കൊണ്ട് നിക്കറിട്ട ടിൻറ്റുമോൻ ലഡുവും തിന്ന് അടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ ദേഷ്യമായി. നമ്മൾ ഹൈ വോൾട്ടേജ് പറഞ്ഞ് നിങ്ങൾക്ക് കോപ്പറിൻ്റെയോ സിൽവറിൻ്റെയോ ഗോൾഡിൻ്റെയോ ദണ്ട് കിട്ടിയില്ലേ അടിക്കാൻ, ഇങ്ങനെ പറയാണ്. അപ്പോൾ എല്ലാം ആയല്ലോ. അപ്പോൾ ഇതാണ് സീൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ വരെ ചെറിയൊരു സ്റ്റോറിയാണ്. ഇനി നമുക്ക് ഓരോ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കഥ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അത് ആദ്യം ഇമാജിൻ ചെയ്യുക. ഇനി നമ്മളെ കാര്യത്തിലോട്ട് അടക്കുകയാണ്. ഇനി ആദ്യം കഥ ഓർമ്മിക്കുക. ആദ്യം ആരാണ്? ക്രിയാശീലമുള്ള ആളാണ്. റൈറ്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെല്ലാ കഥയും പഠിച്ചിട്ട് അവസാനം എന്തിനുള്ള കഥ എന്ന് അറിഞ്ഞുകൂടാതിരിക്കാം വേണമെങ്കിൽ. അതുകൊണ്ട് ആദ്യം പഠിക്കുക ക്രിയാശീലമുള്ളൊരു പയ്യനാണ്. നല്ല ചാടി ഓടിയൊക്കെ കിടക്കുന്ന ഒരാളെന്ന് വിചാരിച്ചോ. അപ്പോൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ക്രിയാശീലമുള്ള ആളെന്ന് ശ്രേണി നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? പൊട്ടിയ സോഡാ കുപ്പിയിലാണ് കാല് കൊള്ളുന്നത്. റൈറ്റ്. അപ്പോൾ പൊട്ടിയ എന്നുള്ളത് പൊട്ടാസ്യം, സോഡാ കുപ്പി എന്നുള്ളത് സോഡിയം. അത് കിട്ടുമല്ലോ. അപ്പോൾ പൊട്ടിയ സോഡാ കുപ്പി, പൊട്ടിയ പൊട്ടാസ്യം, സോഡാ കുപ്പി സോഡിയം. എന്താണ്? കാല് കൊണ്ടുമല്ലേ. കാലെന്നുള്ളത് കാൽസ്യം. അപ്പം പൊട്ടിയ സോഡാ കുപ്പി കാല് കൊണ്ടു, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം. കാല് കൊണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? അതിൽ നിന്നും ഒരു മാഗ്നറ്റ് അങ്ങനെ ഉരുണ്ട് പോയി അല്ലേ. ഈ മാഗ്നറ്റ് എന്നുള്ളത് മെഗ്നീഷ്യം. മാഗ്നറ്റ് എന്നുള്ളത് എന്താണ്? മെഗ്നീഷ്യമാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് ഉണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ മാഗ്നറ്റ് എടുത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ ഷെൽഫിൽ, ആ അലമാരയിൽ നമ്മൾ വെച്ചു. ആ മാഗ്നറ്റ് എടുത്ത് അലമാരയിൽ വെച്ചു. അപ്പോൾ അലമാര എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അലുമിനിയം കിട്ടണം. അലമാര, അലുമിനിയം. അപ്പോൾ ഈ അലമാര നമ്മൾ വച്ചിട്ട് അടയ്ക്കാൻ പോകുന്ന സമയത്ത് അടുക്കളയിൽ സിങ്കിലെന്നൊരു സൗണ്ട് കേൾക്കണം. സിങ്കിൽ സൗണ്ട് കേൾക്കണം. നമ്മൾ വാഷ് ബേസിനുള്ള സിങ്കിൽ സൗണ്ട് കേൾക്കണം. സിങ്ക് തന്നെയാണ്, നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. ആ സിങ്ക് തന്നെയാണ്.
നമ്മൾ ചെന്ന് ഓടിച്ചെന്ന് നോക്കിയല്ലേ, ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ എന്താണ് കണ്ടത്? ആദ്യം നമ്മൾ ആ ഡോറിൽ കൂടെ കയറുമ്പോൾ കാണുന്നത് ഒരു അയൺ ദണ്ട് കൊണ്ട് അടിക്കുന്നതാണ് കാണുന്നത്. അയൺ ദണ്ടാണ് കാണുന്നത്. അയൺ സെയിം അയൺ ദണ്ട് എന്നുള്ളത് അയൺ. നമ്മൾ പിന്നെയും ഉള്ളിലോട്ട് കയറി നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്? നിക്കറിട്ട ടിൻറ്റ് മോനാണ് അടിക്കുന്നത്. നിക്കർ, അത് നിക്കൽ. നിക്കർ, നിക്കൽ. ടിൻറ്റ് മോൻ, അതിൽ നിന്ന് ടിൻ. ടിൻറ്റ് മോൻ, ടിൻ. അവൻ്റെ കയ്യിൽ എന്താണ് ഇടുന്നത്? ഒരു കയ്യിൽ ലഡുവാണ്. ഇടത് കയ്യിൽ ലഡു വെച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് അടിക്കുകയാണല്ലേ. അപ്പോൾ ഈ ലഡു, ലെഡ്, അപ്പം ലെഡ് കിട്ടി. റൈറ്റ്. ഇത് കണ്ടപ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ ഹൈ വോൾട്ടായി, അതായത് ദേഷ്യപ്പെട്ടു. ഹൈ വോൾട്ടായി. ഹൈ എന്നുള്ളത് എന്താണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? നിനക്ക് ഇത് മാത്രമേ കിട്ടിയോളാം. എന്താണ്? വല്ല ചെമ്പോ വെള്ളിയോ സ്വർണ്ണമായിട്ട് അടിച്ചുകൂടി. അതായത് കുറഞ്ഞേന്ന് കൂടിയിലോട്ട്. കോപ്പർ, അതിനേക്കാളും കൂടിയാണ് സിൽവർ, സിൽവറിനേക്കാളും കൂടിയാണ് ഗോൾഡ്. റൈറ്റ്. അങ്ങനെ അടിച്ചുകൂടി. അപ്പം കോപ്പർ കിട്ടി, അത് കഴിഞ്ഞ് സിൽവർ, അത് കഴിഞ്ഞ് ഗോൾഡ്. നമ്മൾ ഓർഡർ അനുസരിച്ച് പഠിക്കണം. അതായത് മൂല്യം കുറഞ്ഞത്, അതിനേക്കാളും വില കൂടിയത്, അതിനേക്കാളും വില കൂടിയത്. കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പോൾ കിട്ടിയല്ല, സ്റ്റോറി കംപ്ലീറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലെ ഓരോ കോൺസെപ്റ്റിലെ ഓരോ സാധനങ്ങൾ ഓർമ്മിക്കുക. പൊട്ടിയ എന്നുള്ളത് പൊട്ടാസ്യം, സോഡ കുപ്പി എന്നുള്ളത് സോഡിയം, കാലെന്നുള്ളത് കാൽസ്യം, മാഗ്നറ്റ് എന്നുള്ളത് മഗ്നീഷ്യം, അലമാര എന്നുള്ളത് അലൂമിനിയം, സിങ്ക്, നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സിങ്ക് എന്നുള്ളത് സിങ്ക് തന്നെയാണ്. അയൺ ദണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ട് എന്നുള്ളത് അയണാണ്. നിക്കറിട്ട ടിൻറ്റുമോൻ, അതായത് നിക്കർ നിക്കലും, ടിൻറ്റുമോൻ ടിന്നും. ടിൻറ്റുമോൻ്റെ കയ്യിലെന്താണ്? ലഡുവാണ്. അപ്പോൾ ലഡു എന്നുള്ളത് ലെഡ്. ഇത് കണ്ടപ്പോൾ നമുക്ക് ദേഷ്യം വന്നു. ഹൈ വോൾട്ടായി. ഹൈ വോൾട്ട് എന്നുള്ളത് ഹൈഡ്രജൻ. പിന്നെ നമ്മൾ വന്ന ഡയലോഗാണ്. എന്താണ്? ചെമ്പോ, അതായത് കോപ്പറോ സിൽവറോ ഗോൾഡോ കൊണ്ട് അടിച്ചുകൂടി. കോപ്പർ, സിൽവർ, ഗോൾഡ്. അപ്പം എല്ലാം മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് താഴെ നിൽക്കുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ ഇതിന് താഴെ കമൻറ്റ് ബോക്സ് നൽകാൻ മറക്കരുത്. കൂടാതെ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.